ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഇന്ത്യൻ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ പ്രാക്ടിക്കലും അതുപോലെ ഇന്ത്യൻ തിയറീസും ഇന്ത്യൻ ലേബർ ലോസും ഇന്ത്യൻ പേറോളും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഫയലിംഗും ESI, EPFO ഇതിന്റെയൊക്കെ ഫയലിംഗും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ റിവ്യൂ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്, എവിടെയൊക്കെയാണ് നിങ്ങൾ കൺഫ്യൂഷൻസ് വന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. അവരെന്ത് ചെയ്യാം, ഈ സെക്ഷനിൽ അവർ കവർ ചെയ്ത കാര്യങ്ങൾ, മനസ്സിലായ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞു തരിക. ഓക്കെ. ഫസ്റ്റ് എന്നാ ജോഫിനെ പറയൂ. സോ നമ്മള് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പേറോള് എന്താണെന്ന് പഠിച്ചു. പേറോള് അതിന്റെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ, പേറോളിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ഏർണിങ്സ് വരുന്നത്, പിന്നെ നമുക്ക് ഡിഡക്ഷൻസ് വരുന്നത്, പിന്നെ നെറ്റ് സാലറി, അതുപോലെ തന്നെ CTC കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിപ്പിച്ചത് വരുന്നത് നമുക്ക് ലോസ് പഠിപ്പിച്ചു. നമ്മളുടെ ഫാക്ടറീസ് ആക്ട് പഠിപ്പിച്ചു, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്സ് പഠിപ്പിച്ചു, പിന്നെ പേയ്മെന്റ് ഓഫ് വേജസ് പഠിപ്പിച്ചു, പിന്നെ ആ, അങ്ങനെ കുറച്ച് ലോസ് കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓരോ ലോസ് അതിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, എത്ര വർക്കേഴ്സ് ഉള്ളിടത്താണ് ഓരോ ലോസും നമ്മൾ ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഇത്ര വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, പിന്നെ അവരുടെ മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നോക്കി. ദെൻ ആക്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് PF, ESI പോലുള്ള ഇതിലേക്കാണ് പോയത്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസുകളിലേക്ക് പിന്നെ നമ്മൾ പോയത്. അതിനകത്ത് നമുക്ക് കൂടുതലും എത്രയാണ് കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങള്, എത്ര വരെ അസിസ്റ്റ് ചെയ്ത് വെക്കാൻ നമുക്ക്, അതുപോലെ തന്നെ എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് PF കൊടുക്കാൻ പറ്റും, അല്ല നമുക്ക് ഇനി എംപ്ലോയീസ് കുറവാണെങ്കിൽ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റുട്ടറി കംപ്ലൈൻസിനകത്ത് മറ്റേ PF, ESI ഒക്കെ പഠിച്ചു. അതിന്റെ ഓരോന്നിന്റെ PF-ന്റെ കോൺട്രിബ്യൂഷൻസിന്റെ സബ് ഡിവിഷൻസ് എങ്ങനെയാണ് വരുന്നത്, ESI വരുമ്പോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ വാല്യൂസ് ഒക്കെ വരുന്നത് ഇപ്പോ PF വരുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി നമ്മൾ 12% പറയുന്നെങ്കിലും എംപ്ലോയറിന് ഒരു 13% വരുന്നുണ്ട്, എക്സ്ട്രാ ഇൻഷുറൻസ്, അഡ്മിൻ ചാർജസ് എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി, നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ദെൻ പിന്നെ നമുക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എന്താ പഠിച്ച ലേബർ വെൽഫെയർ ഫണ്ട് കാര്യങ്ങൾ, അത് പിന്നെ നമ്മൾ ഗ്രാറ്റുവിറ്റി, ബോണസ് പേയ്മെന്റ് ഒക്കെ കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്, അതിന്റെ ഫോർമുലാസ് എന്താണ്, ഇക്വേഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ TDS പഠിച്ചു. ആർക്ക് ടാക്സ് ലാബ് എങ്ങനെയാണ്, ഏത് രീതിയിൽ ഓരോ കമ്പനീസിലും ഇപ്പോ ന്യൂ ടാക്സ് ഉണ്ട്, ഓൾഡ് ടാക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. എത്രയാണ് അതിന്റെ സ്ലാബ് വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ടാക്സ് പേ ചെയ്യണം. പിന്നെ നമുക്ക് പിന്നെ പ്രൊഫഷണൽ ടാക്സ്, അത് കാര്യങ്ങളൊക്കെ, അത് എങ്ങനെയാണ് ഓരോ കമ്പനിയുടെ വരുന്നത്, അതായത് ഇത്ര പ്രൊഫഷണൽ ടാക്സ് എത്ര അടയ്ക്കണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാക്ടിക്കൽസിലേക്കാണ് പോയത്. പിന്നെ ഓവർ ടൈം കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ക്ലാസ് ആയിട്ടല്ലെങ്കിലും നമ്മൾ അത് കവർ ചെയ്തു പോയി. പിന്നെ then നമുക്ക് പിന്നെ വന്നത് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കുക. പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ ആദ്യം നമ്മൾ ജസ്റ്റ് കുറച്ച് എംപ്ലോയീസിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എംപ്ലോയീസിന്റെ PF വരുമ്പോഴും ESI വരുമ്പോഴും, അതുപോലെ തന്നെ അവർ ലീവ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോസ് ഓഫ് പേ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പിന്നെ നമുക്ക് TDS ഉണ്ടെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യാം, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കാൽക്കുലേഷൻസ് ആദ്യം നമ്മൾ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് പഠിപ്പിച്ചു. അതായത് സാലറി സ്ലിപ്പിൽ വരുമ്പോഴേക്കും അതിനൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇക്വേഷൻസ്, VLOOKUP വെച്ചിട്ട് ഇക്വേഷൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ എംപ്ലോയീസിന്റെയും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമുക്കത് അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈവൻ PDF ആയിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മെത്തേഡ്സ് പഠിപ്പിച്ചു. ഒന്ന് VBA യൂസ് ചെയ്തിട്ട് കോഡിങ് വെച്ചിട്ട് ഉള്ളൊരു മെത്തേഡും പഠിപ്പിച്ചു. പിന്നെ നമുക്ക് വേർഡിൽ മെയിൽ മെർജ് വെച്ചിട്ട് ചെയ്യാനുള്ളതും പഠിപ്പിച്ചു. ദെൻ അത് നമുക്ക് മെയിൽസ് ഉണ്ടെങ്കിൽ, മെയിൽ IDs ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ ഷെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്.
ദെൻ അത്രയാണ് അത്രയും കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് സോഹോ പേറോൾ, നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചു. അതിനകത്ത് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ വരുമ്പോഴേക്കും അതിനകത്ത് ആദ്യം ലോഗിൻ ചെയ്യണ എങ്ങനെയാണ്, അതിന്റെ ആഡ് ചെയ്യേണ്ടത്, പിന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ നമ്മൾ എടുത്തു. അതിനകത്ത് എംപ്ലോയീസിനെ ആഡ് ചെയ്യണ എങ്ങനെയാണ്, എംപ്ലോയീസിന്റെ ഡോക്യുമെന്റേഷൻ ആഡ് ചെയ്യണ എങ്ങനെയാണ്, അറ്റൻഡൻസ് നോക്കണം എങ്ങനെയാണ്, പിന്നെ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സാലറി കാൽക്കുലേഷനിലേക്ക് പേറോളിലേക്ക് അത് ഇത് ചെയ്യണേന്നുള്ളത് ഒക്കെ പറഞ്ഞു. ദെൻ പിന്നെ നമ്മള് പഠിച്ചത് നമ്മള് PF-ഉം ESI ഒക്കെ ഫയൽ ചെയ്യണ കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് ഗവൺമെന്റ് പോർട്ടലിൽ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ മന്ത്ലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എന്താണ് അപ്ലോഡ് ചെയ്യേണ്ട ഓരോ എംപ്ലോയിഡിൽ നിന്ന് നമ്മൾ സാലറിയിൽ ഡിഡക്ട് ചെയ്ത് വെച്ചേക്കണ പേയ്മെന്റ് എങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആദ്യം കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്, പിന്നെ എന്നിട്ട് എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മന്ത്ലി അപ്ലോഡിങ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ അത്രയും പഠിച്ചു നമ്മൾ ഇന്ത്യൻ പേറോളിൽ അത്രയും പഠിച്ചു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ അതിനകത്ത് എല്ലാം ക്ലിയർ ആണ്. ഇതുവരെ എല്ലാം എനിക്ക് ക്ലിയർ ആയിരുന്നു. കാരണം കുറച്ചും കൂടെ ഒരു എന്താ പറയാ, എനിക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പ്രാക്ടിക്കലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഓൾറെഡി ഫിക്സഡ് ഒരു ഫോർമുലാസ് തന്നിട്ട് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇതൊക്കെ എന്നൊക്കെ ഉള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലായി. ഓക്കെ, അപ്പോ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇനിയിപ്പോ പഠിച്ചതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ അപ്പോൾ? എനിക്കിപ്പോ VBA ലാണ്. ഞാൻ ആദ്യം ചെയ്തപ്പോ VBA ക്ലിയർ കറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയില്ല. രണ്ടാമതൊന്നും കൂടെ ചെയ്തു നോക്കാൻ നേരത്ത് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വേറെ എന്തൊക്കെയാ അവർ കാണിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോ ഞാൻ ചെയ്തതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. പിന്നെ അതൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇനി ഒന്നും കൂടെ ചെയ്തു നോക്കാന്ന് ഓർത്തു. എന്നിട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തു. എപ്പോഴെങ്കിലും സാറ്റർഡേസിൽ സെഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാന്ന് ഓർത്തു. ഓക്കെ, ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്. ഓക്കെ. ഇനി അടുത്ത ആളാരാണുള്ളത്? അടുത്ത കൃഷ്ണപ്രിയ പറയണം. എവിടെ കൃഷ്ണപ്രിയ? ക്യാമറ ഓൺ ആക്കി. ഓക്കെ. സാർ എന്താ പറയുന്നത്? ഞാൻ സ്റ്റാർട്ടിങ് കേട്ടില്ല, അതാ. ആ, ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാലം ഇയാൾ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ള സിലബസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരിക. അതിൽ ഇയാൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്ഷനിൽ പറയാം. ഓക്കെ, എന്തൊക്കെയാണ് ഇയാൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൽ മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കോഴ്സ് എടുത്തിട്ട് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരിക. നമ്മൾ ഇന്ത്യൻ സിലബസ് കവർ ചെയ്തല്ലോ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ പുതിയ പഠിച്ചു, എന്തൊക്കെയാണ് ഇയാൾ ഇനി മനസ്സിലാവേണ്ട, ഇനി എന്തൊക്കെയാണ് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കേണ്ടത്, നമ്മൾ എന്താണ് നമ്മൾ പഠിപ്പിച്ചു തരേണ്ടത് ഇനി, അതൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഞാൻ സ്റ്റാർട്ടിങ് എനിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല പേറോളിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അത് ജോയിൻ ചെയ്തത്. കാരണം നമുക്ക് റോളിൽ കയറുമ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അത് നെറ്റ് ഗ്രോസും അതുപോലെ നെറ്റ് പേക്ക് എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ ഏതിനാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും, അതുപോലെ PF ആയാലും നമുക്ക് ESI ആയാലും ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഓർഗനൈസേഷൻ പോകുമ്പോൾ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് ബേസിക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എത്ര സ്ലാബ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ ടാക്സിന്റെ ആയാലും നമുക്ക് ഓൾ റീജൻ വെക്കുമ്പോഴും ന്യൂ വെക്കുമ്പോഴും നമ്മൾ എത്ര പെർസെന്റേജ് എടുക്കണം. അപ്പൊ എല്ലാ കാര്യം എനിക്ക് കറക്റ്റ് മനസ്സിലായപ്പോൾ നമുക്ക് ഒരു സോഹോ പേറോൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് എനിക്ക് കറക്റ്റ് ആയിട്ട് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്നാലും ഞാൻ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഓക്കെയാണ്. അപ്പൊ അതൊന്നും എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എങ്ങനെയാ ഫയൽ ചെയ്യേണ്ടതെന്ന് സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓൺലൈൻ അത് കൂടെ ഗവൺമെന്റ് ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് ശരിക്കും ചെയ്യുമ്പോഴല്ലേ അതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓവറോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമുക്ക് എക്സലിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്ന്. കാരണം നമുക്ക് ഒന്നും അറിയാണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടി. ഇടയ്ക്കൊരു എറർ വരും, അത് കാൽക്കുലേഷനിൽ വരുന്നതാണ്. പക്ഷെ അത് നമുക്ക് പിന്നെയും ക്ലാസ്സസ് കാണുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓവറോൾ എനിക്ക് എല്ലാതും ക്ലാരിറ്റി ഉണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഓക്കെയാണ് എനിക്ക്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? സിത്താര വീട്ടിലെത്തിയോ?
സാർ ഈ ഫയലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഡെമോ സാർ കാണിച്ചു തന്നതല്ലേ, നമുക്കത് പ്രാക്ടിക്കലായിട്ട് കിട്ടില്ല അല്ലേ? ഡെമോ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ പബ്ലിക്കായി പോകും. ഓക്കെ, അത് കാരണം നമ്മൾ കാണുമ്പതല്ലേ ഉള്ളൂ, അതിൽ എങ്ങനെ ചെയ്യുമ്പോ വെച്ചാൽ കൊറേ സാർ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് അത് ഞാനേ തിരിച്ചെടുത്ത്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞിട്ട് അതിനൊരു ക്ലാരിറ്റി ഒരു സാറ്റർഡേക്കുള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യും, ഞാൻ ഒരു സെക്ഷൻ ഓക്കെ. വെച്ച് തരാം. ഓക്കെ. അതായത് ആ ഒരു ടൈമിൽ മാത്രം അത് ഞാൻ ഓപ്പൺ ചെയ്ത് തരും. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ സാർ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളത് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഇതാക്കി കൊണ്ടുവരും. എന്നിട്ട് എന്താ വെച്ചാൽ ഇത് പബ്ലിക്കായി പോകും. പിന്നെ ആകെ ഈ പബ്ലിക് ആകുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ട്രാഫിക് മാനേജ് ചെയ്യാനും കഴിയില്ല. ആ സോഫ്റ്റ്വെയർ ബഗ്ഗായിട്ട് അടിച്ച് ആകെ പോകും. ഓക്കെ. ഇതിന് മുമ്പ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുത്തിരുന്നു, സോഫ്റ്റ്വെയർ കൊടുത്തു. അതായത് ഇതിന്റെ ആക്സസ് കൊടുത്തു. ആക്സസ് കൊടുത്തപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ ആകെ 10 കുട്ടികളല്ലേ ഈ കോഴ്സിൽ, അതിൽ കയറിയത് 28 ആൾക്കാരാണ്. അപ്പൊ ഏതോ ഒരു അക്കാദമിക്ക് സാധനം ലീക്കായി പോയി. ഓക്കെ. അപ്പൊ അത് മനസ്സിലായി. കാരണമാണ് നമ്മൾ നിർത്തിയത്. ഇതിന് മുമ്പത്തെ ബാച്ചിലൊക്കെ ഓക്കെ. പല അക്കാദമിത്തെ ടീച്ചേഴ്സ് ഇതിൽ പഠിക്കാൻ കയറുന്നുണ്ട് ഇതില്. അപ്പൊ ഇവരെന്താ കാണിക്കാന്ന് വെച്ചാൽ ഇവര് സ്റ്റുഡൻസിന് കൊടുക്കും ഈ ആക്സസ്. സ്റ്റുഡൻസ് ഓക്കെ. അവരുടെ പേരിൽ ഇങ്ങനെ കയറുക. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കാലിക്കറ്റിൽ നിന്ന് അതുപോലെ പിന്നെ എന്താണ് കൊച്ചിയിൽ നിന്നും ഇവിടെ നിന്ന് മാത്രമായിട്ട് ഒരുപാട് ലോഗിൻ ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആരോ ഇത് പുറത്തോട്ട് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ പിന്നെ കൊടുക്കരുത് പറഞ്ഞു. കാരണം സോഫ്റ്റ്വെയർ ആണ് പുറത്തോട്ട് പോകാൻ നമ്മൾ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഇപ്പൊ അതിന്റെ വേറെ വെർഷൻസ് ഒക്കെ പിന്നീട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അത്രയും ആവശ്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറയും. നമുക്ക് അപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്ത് തരാം. ആ കുറച്ച് സമയം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനേ ഓക്കെ സാർ. പറ്റൂല. ഓക്കെ. ഓക്കെ സാർ, ഇനി സോഹോയിൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റെപ്സ് കുറയ്ക്കണതായിട്ട് വരുന്നു പറഞ്ഞില്ലേ സാർ? നമ്മളിപ്പോ കുറേ ചെയ്യുന്നില്ലേ, അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കണ്ട് ചെയ്യുമ്പോ ഇനിയിപ്പോ ഓഫീസിൽ പോയാൽ നമുക്ക് അപ്പൊ വീഡിയോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇല്ല, നിങ്ങൾ എന്താ വെച്ചാല് ഓൾറെഡി നിങ്ങൾ കമ്പനിയിൽ ഇതിന്റെ പോളിസി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾക്ക് തരിക, സോഹോ പേറോൾ. ഓക്കെ. ഓക്കെ. ഇതിപ്പോ ആ. എന്താ വെച്ചാൽ കമ്പനിയിൽ പുതുതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യൽ എങ്ങനെയെന്ന് കൂടി നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻസ് വരുന്നത് നിങ്ങൾക്ക്. അതായത് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എക്സൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനി കൊണ്ടുപോയിട്ട് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ പോകുന്ന കമ്പനികൾ എന്തായാലും ഓൾറെഡി ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് ഡയറി ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന കേസിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പുതിയ ആൾക്കാരെ ആഡ് ചെയ്യുക, പിന്നെ റീഇംബേഴ്സ്മെന്റ് എന്തെങ്കിലും വന്നുകളോ നോക്കുക, അതൊക്കെ അപ്രൂവ് കൊടുക്കുക. ഇത്ര മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയറിനെ ചെയ്യും. പിന്നെ ഇവർക്ക് ഫോം 60 ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇതിന്റെ റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ECR ഫയൽ ചെയ്യുക. ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ. വേറെ വർക്കൊന്നും വരില്ല. ഇത് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. EPF ESIന്റെ ഒക്കെ ടാൻ നമ്പർ പാൻ നമ്പർ ഇതൊക്കെ എഴുതി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എംപ്ലോയർ നമ്മുടെ കൂടെ തന്നെ വേണ്ടി വരും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. കമ്പനിയുടെ മാനേജറോ അല്ലെങ്കിൽ കമ്പനിയുടെ എന്താണ് പറയുക ഓണറോ നമ്മളെ കൂടെ ഇരിക്കേണ്ടി വരും ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഓരോ അടുത്താണ് ഓക്കെ. ടാൻ നമ്പറും പാൻ നമ്പറും മറ്റേതൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് വേണം. അതുപോലെ ഓക്കെ. കമ്പനിയുടെ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലൂടെ OTP പോകുന്ന കേസുകൾ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ? അവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ അവരെ മുമ്പിൽ ഇത് ഒന്നും അറിയാത്ത ഒരാളെ പോലെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ ആകെ തപ്പി തടഞ്ഞ് ഇതാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ. അത് ഫസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അവരെ മുമ്പ്. ഓക്കെ. പിന്നെ ഈ സോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സോഫ്റ്റ്വെയറിൽ ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് സോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡിലെ സോഫ്റ്റ്വെയർ ആണ്, ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലെ സോഫ്റ്റ്വെയർ. ഇതല്ലാതെ ഇതിനേക്കാൾ ഈസി മെത്തേഡിലെ സോഫ്റ്റ്വെയർ ഒരുപാടുണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർസും ഉണ്ട് പേറോളിൽ കുറെ. ഇത് ഫ്രീ അല്ല, ഇത് പൈസ കൊടുത്ത് നല്ല പൈസ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് 15 ദിവസത്തിനാണ് ഇത് ആക്സസ് ഉള്ളൂ. 15 ദിവസത്തിനാണ് ഫ്രീ വേർഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ വേർഷൻ പോകും. പിന്നെ പൈസ അടക്കാൻ പറയും അവര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സോഫ്റ്റ്വെയറിനെ പഠിപ്പിച്ചു തരികയാണ്. കാരണം ഈ സോഹോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡെമോ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. സോഹോ സോഫ്റ്റ്വെയറിന് അതേ ഒരു ഇതന്നെ പാറ്റേൺ ആയി. കാരണം ബാക്കിയുള്ള അതേ കമ്പനികൾ സ്വന്തമായിട്ട് വേറെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളും ലോക്കൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഈ സോഹോന്റെ കോപ്പി അടിച്ചിട്ടാണ് അധികവും ചെയ്യുന്നത്. അതിന്റെ ഒരു ഇന്റർഫേസ് കോപ്പി അടിച്ചിട്ടാണ് അധികവും ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഈ സോഹോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഈസി ആയിരിക്കും. ഓക്കെ. അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് വരും. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് സോഹോ ഇനിയും കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ക്ലാസ് എടുക്കാവുന്നേ ഉള്ളൂ. ഈ സാറ്റർഡേസിലൊക്കെ നിങ്ങൾക്ക് വേണ്ട അവർക്ക് കൂടുതൽ ക്ലാസ് നമുക്ക് ഒരുപാട് കൊടുക്കാണ്ട്. ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വലിയ സിലബസ് ആണ്. ഇതൊക്കെ കൂടി നിങ്ങൾക്ക് എന്താ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല.
അപ്പൊ എനിക്ക് ഒന്നും കൂടിയും എക്സൽ ആണ് എളുപ്പമായി തോന്നിയത് സോഹ വെച്ച് നോക്കുമ്പോ. കാരണം കുറെ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. അപ്പൊ നമുക്ക് എക്സൽ ആണെങ്കിൽ ശരിക്കും ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോ ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്കിപ്പോ അത് ഈസിയായി തോന്നിയത്. അല്ല, എക്സൽ ആവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യണ്ടേ. ഇതെന്ന് വെച്ചാൽ ഒറ്റ ആ, തവണ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാ ഓക്കെ. മാസം ഇങ്ങനെ പേറണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. ഉം. ഓട്ടോമാറ്റിക് ആയിട്ട് സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. പിന്നെ നമുക്ക് വലിയ ഒരു പരിപാടിയൊന്നുമില്ല, പണി നിയമമില്ല. പിന്നെ ഈ ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ഓവർ ടൈം ഒക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ പേയ്മെന്റ് എക്സ്ട്രാ കയറ്റി കൊടുക്കണം. പിന്നെ വലിയ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. ഇങ്ങനത്തെ കേസുകളൊക്കെയാണ്. പിന്നെ എന്താ വെച്ചാൽ സോഹോ പേറോൾ മാത്രം പോരാ. ഇപ്പൊ ഒരു കമ്പനി ഇന്ത്യ ക്ലാസ് കേട്ടിട്ട് ഒരു കുട്ടി സോഹോ പേറോൾ പർച്ചേസ് ചെയ്തു ഓരോ കമ്പനിയിലോട്ട്. പേറോൾ പർച്ചേസ് ചെയ്തിട്ട് ആ കുട്ടി നേരെ പറഞ്ഞു, ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്ത്, ഈ പഞ്ചിങ് മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ കമ്പനിത്തെ, ഇത് നേരെ സോഹോ പേറോളിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റില്ല. കാരണം സോഹോ പീപ്പിൾ പർച്ചേസ് ചെയ്യണം, എങ്കിലേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പീപ്പിൾ ഇതിനേക്കാൾ പൈസയാണ്. സോഹോ പീപ്പിൾ എന്ന സോഫ്റ്റ്വെയറിന് ഇതിനേക്കാൾ പൈസ അടക്കണം. അപ്പൊ ആ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയായി പിന്നെ. എന്നിട്ട് അതും പർച്ചേസ് ചെയ്ത് ഇതും ലിങ്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ ഫോർമാലിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഓക്കെ. പഠിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ തവണ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പിന്നെ നമ്മൾ നോക്കണ്ട. പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെ കമ്പനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു അടുത്തൊരു പ്രശ്നം വരുന്നത്. പറഞ്ഞു കമ്പനിക്ക് കൊടുക്കണ്ട. കമ്പനിക്ക് നിങ്ങളില്ലെങ്കിലും ആ കമ്പനി റൺ ചെയ്യുന്ന രീതിയിലോട്ട് സോഫ്റ്റ്വെയർ എത്തിക്കും. കാരണം ചെക്ക് ഇൻ ഓക്കെ. ചെയ്യാത്ത ആൾക്കാരെ ലിസ്റ്റ് നേരെ ഓണർക്ക് പോകും. ആ ഓൺ ടൈം ആവുമ്പോൾ ആരൊക്കെ ലീവ് അപ്രൂവ് ചെയ്യേണ്ടത്, ലീവ് ഏതൊക്കെയാണോ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അറ്റൻഡൻസ് ആരാ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം നമ്മളിപ്പോൾ പേറോൾ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എക്സലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സോഫ്റ്റ്വെയർ ഒരു അഡ്ജസ്റ്റ്മെന്റിലും റെഡി ആവില്ല. നമ്മൾ എന്ത് കമാൻഡ് ആണോ കൊടുത്തിട്ടുള്ളത് ആ കമാൻഡ് പ്രകാരം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് 10:10 വരെ പഞ്ചിങ്ങിന് ഓക്കെയാണ്. 10:11 ആയി കഴിഞ്ഞാൽ ഹാഫ് ഡേ സാലറി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:11 ആയി കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ബാക്കിയുള്ളൊക്കെ പിന്നെ ഹാഫ് ഡേ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് അവര് ഫാമിലി റീസൺ ആണ്, ചിലപ്പോൾ മേജർ ആയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം, സമരമായിരിക്കാം. എന്തും ഈ സോഫ്റ്റ്വെയറിന് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോഫ്റ്റ്വെയറിന് അതിനൊന്നും ആവശ്യമില്ല. സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. ഇനി അടുത്ത് സിത്താര. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് ഇതുവരെ എടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോ പേറോള്, അതായത് സാലറി സ്ലിപ്പ് ജനറേഷന്, അതില് ഡിഡക്ഷൻസ്, പിന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ, നമ്മള് കോസ്റ്റ് ടു കമ്പനി CTC കാൽക്കുലേഷനും മൊത്തത്തിൽ അത് ക്ലിയർ ആയി ആ പാർട്ട്. പിന്നെ ESI ഫയലിംഗ് നോക്കിയായിരുന്നു. പിന്നെ മെയിൽ മെർജിങ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ സോഹോ നോക്കി. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഈ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് അത് മനസ്സിലായി ക്ലിയർ ആയിട്ട്. ഓക്കെ. അപ്പോ പിന്നെ ലേബർ ലോസ് എല്ലാം നോക്കി. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെയുള്ള ക്ലാസ്സിൽ. ഓക്കെ. ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സാർ തന്ന ഷീറ്റ്സ് ഒക്കെ. സിതാറിന്റെ വർക്കുകൾ ഇതൊക്കെ നോക്കലുണ്ട്, കാണലുണ്ട്. അതുപോലെ എക്സൽ ഷീറ്റിലെ വർക്കും കാണലുണ്ട്. അതൊക്കെ ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ നോക്കിയിരുന്നോ? സോഹോ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ അപ്പൊ അതില് പിന്നെ ഈ ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആ അങ്ങനെ അപ്പൊ പോകുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അവിടെ. ഓക്കെ, ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ നമുക്ക് കാര്യമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈസി ആയിട്ട് തന്നെ നേരെ പ്രോസസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ആ പിന്നെ പിന്നെ വേറെ. എനിക്ക് ആ ഇന്റർവ്യൂ ചെയ്തപ്പം അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ. HR ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന്. ഉം. ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വേറെ ഒരുപാട് ഉം. ജോബ് ഉം. വർക്ക്സ് ഉണ്ടാവും, ടാസ്കുകള്. അപ്പോ സാർ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ചോദ്യം എന്തായിരുന്നു? ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാ ചോദിച്ചത്. പേറോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസോ? അല്ല, HR ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ ആ, എന്തൊക്കെയാണെന്ന്. ഓക്കെ. പേറോള് കാര്യങ്ങളൊക്കെ ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ മന്ത് അല്ലേ വരുന്നത്. ആ. പിന്നെ അറ്റൻഡൻസ് കാര്യങ്ങൾ പറയാം, എന്നാലും ഉം. കുറെ ടൈം ഫ്രീ. സാർ അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? പിന്നെ നമ്മളെന്താ വെച്ചാല് അത് ഓരോ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ HR ഡ്യൂട്ടീസ് മാറും. ഫസ്റ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ മാറും. ഇപ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ വർക്കുകളിലൂടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മീറ്റിംഗ്സ് ആണ് മെയിൻലി നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഷെഡ്യൂൾ പറഞ്ഞുതരാം. ഞാനൊരു മോർണിംഗ് 9 o'clock ഞാൻ പഞ്ച് ചെയ്യാം, കമ്പനിയിലോട്ട് പഞ്ച് ചെയ്യുന്നു.
ഈ കമ്പനിയിലോട്ട് ഓക്കെ. പഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മെയിൽ ചെക്ക് ചെയ്യും. ആ ഡേയ്സിലെ മെയിൽ ചെക്ക് ചെയ്യും. പിന്നെ ഞങ്ങളുടെ സ്ലാക്ക് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഞങ്ങൾ ലീവുകളൊക്കെ എംപ്ലോയീസ് റിപ്പോർട്ട് ചെയ്യും. ഈ ലീവുകൾ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ. എന്നിട്ട് സോഹോ പീപ്പിളിൽ ഇത് ഇവർ റിക്വസ്റ്റ് ചെയ്തിക്കണോ നോക്കും. സോഹോ പീപ്പിളിൽ ഇവർ റിക്വസ്റ്റ് ചെയ്തിക്കണോ നോക്കും. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യാൻ അതൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ അതിനുശേഷം ഞാൻ ഇന്നത്തെ എന്തൊക്കെയാണ് ഷെഡ്യൂൾ എന്നുള്ളത് ഞാൻ തലേന്ന് തന്നെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആർക്കൊക്കെയാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കൃത്യം ഒരു 10 മണി ആവുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും. ആരെങ്കിലും ലേറ്റ് പഞ്ച് ആരൊക്കെയാണുള്ളത് എല്ലാം റിപ്പോർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് 10 മണിക്കാണ് നമ്മൾ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഓക്കെ. 10 മണിക്കാണ് മീറ്റിംഗ് വെക്കാൻ 10 മണിക്ക് മീറ്റിംഗ് വെക്കാൻ കാരണം 9 മണി മുതൽ 10 മണി വരെ എംപ്ലോയീസിന് ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ. സെയിൽസ് ടീമിനൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. സെയിൽസ് ടീമിന് മാർക്കറ്റിംഗ് ടീമിനൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 9 മണിയാകുമ്പോഴത്തേന് ഇവർക്കൊക്കെ ധാരണ ആയിട്ടുണ്ടാവും ഇന്ന് എന്താണ് വർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. 10 മണിയാകുമ്പോഴത്തേന് ഇവർക്കൊക്കെ ധാരണ ആയിട്ടുണ്ടാവും എന്താണെന്ന് വർക്ക് ചെയ്യാനുള്ളത്. 10 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, മീറ്റിംഗ് വിളിക്കും. മോർണിംഗ് മീറ്റിംഗ് വിളിക്കും. മോർണിംഗ് മീറ്റിംഗിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരിക്കലും ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാറില്ല. ഓക്കെ. ഇവരെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇവരെ ഒന്നുപാടൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തി ഇന്നത്തെ ടാർഗറ്റ് ഒക്കെ പറഞ്ഞ് ഇവരെ ഒന്ന് ഉഷാറാക്കി നിർത്തിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പൊ ലീവായിട്ട് ആളുകൾ വർക്കുകളൊക്കെ വേറെ ആളുകൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചില കാര്യങ്ങൾക്ക് കൺഫർമേഷൻ അവർ ചോദിക്കുന്നുണ്ടാവും. ആ മോർണിംഗ് മീറ്റിംഗിൽ അവർ പറയും ഇന്ന കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഈ മീറ്റിംഗിന് ശേഷം ഇവരെ പിരിച്ചുവിടും. എന്റെ ടീമിനെ പിരിച്ചുവിടും. അവരെ വർക്കിലോട്ട് തിരിച്ചു പോകാൻ പറയും. HR ടീമിനോട് മാത്രം നിൽക്കാൻ പറയും. HR ടീമിന് പിന്നെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. നമുക്ക് ഓൾറെഡി റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ് നമ്മൾ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്, അപ്പൊ അതിന്റെ ടാർഗറ്റുകൾ കൊടുക്കും. പിന്നെ HR ടീമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷൗട്ട് ചെയ്യുക. അവരോടാണ് നമ്മൾ കുറച്ചൊന്ന് ചീത്ത പറയുന്നതും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാവുക. അവരോടാണ് മാത്രം. ഓക്കെ. സെയിൽസ് ടീമിനെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും അവരെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലോ ഒരു എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല സെയിൽസ് ടീമിനോട്. കാരണം സെയിൽസ് ടീം നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റാണ്. അവരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നിർത്തണം. ഓക്കെ. ഓക്കെ. അതുകൊണ്ട് സെയിൽസ് ടീമിനോട് നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ട് ഹാപ്പി ആക്കിയിട്ടാണ് അവരെ പറഞ്ഞേക്കുന്നത്. കാരണം അവരാണ് നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് എൻ്റെ ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോറായിട്ട് വർക്ക് ചെയ്യുന്ന സെയിൽസ് ടീമാണ്. ഈ സെയിൽസ് ടീമിനെ ഹെൽപ്പ് ചെയ്യാനാണ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വർക്ക് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജി പ്രകാരം പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ HR ടീമിനോട് പുതിയ സെയിൽസ് ടീമിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ആളുകൾ ഉണ്ടാവും. അതുപോലെ റിക്രൂട്ട്മെന്റ് എവിടെ എത്തി എന്നുള്ള മീറ്റിംഗ് ഉണ്ടാവും. റിക്രൂട്ട്മെന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് അതിന്റെ ഷൗട്ടിങ്ങും അതിന്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. പിന്നെ എന്തൊക്കെ നമ്മൾ ആക്ഷൻസ് എടുക്കേണ്ടത്, പിന്നെ നിലവിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ലീവുകൾ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എക്സൽ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് നോക്കുന്നു. പിന്നെ അന്ന് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആളുകളുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ആരാണ് ഇന്റർവ്യൂ എടുക്കുന്നത് എന്നുള്ളത് ഓണേഴ്സിനെ കണക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുന്നു. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ നിലവിൽ നമുക്ക് എന്തൊക്കെയാണ് റിസീവബിൾസ് ഉള്ളത് അക്കൗണ്ട്സ് ടീമിന്റെ ഒപ്പം ഇരിക്കുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റിസീവബിൾസ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ടാസ്കുകൾ പലതാണ്. പിന്നെ എന്താ വെച്ചാൽ എന്തായാലും ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ കമ്പനിയിലാണ് ഏത് കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു കമ്പനിയിലുണ്ട് 40 ആളുകളുണ്ട്. 40 ആളുകളിൽ ഏകദേശം 23 ആളുകൾ ലേഡീസ് ആണ്. ഈ ലേഡീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം കൂടുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഇവർ 1.5 മാസം ആകുമ്പോഴത്തേന് ഇവർ പറഞ്ഞാൽ പോവാണ്, രാജിവെക്കുകയാണ്, എനിക്ക് റിസൈൻ ചെയ്യാണ്, എനിക്ക് കഴിയുന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ ഇരുത്തിയിട്ട് വീണ്ടും ഒരു മോട്ടിവേഷൻ കൊടുക്കും. ഈ മോട്ടിവേഷൻ കൊടുത്തിട്ട് ഇവരെ പറഞ്ഞേക്കും. പിന്നെ 1.5 മാസം നോക്കണ്ട, 1.5 മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ വീണ്ടും വരും 1.5 മാസം കഴിയുമ്പോൾ ഞാൻ പോവാണ്, എനിക്ക് റിസൈൻ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീണ്ടും ഒന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ ബോയ്സിന്റെ മെയിൽസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസ് നമ്മുടെ കമ്പനി നിന്ന് അറിയാതെ ചിലപ്പോൾ പുറത്തോട്ട് പോകുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ പഞ്ചിങ് ടൈം തെറ്റിക്കുന്നത്. അതുപോലെ ബ്രേക്ക് കൂടി എടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ റീൽസ് വാച്ച് ചെയ്യും. ഇതിനൊക്കെ ഷൗട്ടിങ് അവിടെ ഇടയ്ക്ക് നടക്കും. ഇതൊക്കെ നോർമലായിട്ട് കമ്പനി നടക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് അവരെ മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് ഒരു 11:30 ആകുമ്പോഴത്തേനാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഓൾറെഡി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്രീ ബോർഡിങ് ചെയ്ത് വെക്കേണ്ട ആളുകൾ ഉണ്ടാവും. അതിന്റെ മീറ്റിംഗ്സ് കൂടുന്നു. പ്രീ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും 1 മാസം നോട്ടീസ് പീരീഡ് ഉണ്ടാവും. ഈ 1 മാസം നോട്ടീസ് പീരീഡിലുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 മാസം നമ്മുടെ കമ്പനിയിൽ
ഹയർ ചെയ്താണ്, പക്ഷെ ഒരു മാസം നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുള്ളൂ. ഈ ഒരു മാസം അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രീ ബോർഡിങ്ങിൽ നിർത്തണം. അതായത് ഒരു ദിവസം അവരുടെ ആധാർ കാർഡ് ചോദിക്കുന്നു, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അവരോട് പാൻ കാർഡ് ചോദിക്കുന്നു, പിന്നെ അടുത്ത ആഴ്ച കഴിയുമ്പോൾ അവരോട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇതെന്താ വെച്ചാൽ അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഓക്കെ. എന്നിട്ട് അവസാനത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ അവരോട് എന്ത് ചെയ്യുന്നു? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ. ഇതൊക്കെ പ്രീ ബോർഡിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കാൻ പാടില്ല, കാരണം ഓൾറെഡി നമ്മളോട് സെലക്ടഡ് ആണ്. അവർക്ക് എന്താ വെച്ചാൽ ആ ടൈം ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് അവർ ഈ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു റിജക്ട് ചെയ്ത് പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ പ്രീ ബോർഡിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു വേ അവിടെ ഇല്ല. അത് കാരണം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചോദിക്കും. 10 ദിവസം ആധാർ കാർഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പാൻ കാർഡ് ചോദിക്കും, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും പിന്നെ നമ്മളെ പരിപാടികൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സെയിൽസ് ടീമിന്റെ ഒപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങളുമായിട്ട് നോക്കിയിട്ടിരിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ ടാർഗറ്റും KPI ഇവർ അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പെർഫോമൻസ് നോക്കും, KPIs നോക്കും, പിന്നെ നമ്മൾ പരാതികൾ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സ് പറയുന്നത് എന്നുള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചില ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ചില ആളുകൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് മീറ്റിങ്ങിന് വരും. അപ്പൊ അതിന്റെ ഒപ്പം ടീമിന്റെ ഒപ്പം ഇരിക്കേണ്ടി വരും, മിനിറ്റ്സ് എഴുതേണ്ടി വരും. ഓക്കെ. പിന്നെ പുതുതായിട്ട് ഇന്റേൺസ് ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റേൺസിന് വേണ്ടിയിട്ട് വേറെ ക്ലാസ്സുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കമ്പനി പിന്നെ നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് 5 മണിയാകുമ്പോഴത്തേന് ഇവർ നേരത്തെ പോകേണ്ട ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വീണ്ടും ഇരുത്തണം അവിടെ കുറച്ച് നേരം കൂടി. അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് പിന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് വീണ്ടും ഓണേഴ്സിനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവുക. കമ്പനി മാനേജ്മെന്റായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ബിസിനസിന്റെ എക്സ്പാൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനിടയിലൂടെ പേറോൾ ചെയ്യേണ്ട ചില ആഴ്ചകൾ വരും. പേറോൾ പ്രോസസ് ചെയ്യേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, വേറെ കാര്യങ്ങൾ വരും. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ട കേസുകൾ ഉണ്ടാവും. പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റത്തെ ഓൺ ബോർഡിങ് അതുപോലെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അവരെ പഞ്ചിങ് റെഡിയാക്കി കൊടുക്കുക, പിന്നെ അവർക്ക് ഓഫർ ലെറ്റർ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇതിനൊക്കെ വേണ്ടി ഇരുന്ന് കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ നമ്മൾ ആ ഒരു കമ്പനിയിലെ എൻ്റയർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അതിലിപ്പോൾ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, അതുപോലെ പേറോൾ ഉണ്ടാവും, പിന്നെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ഉണ്ടാവും, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇങ്ങനെ എൻഡ് ടു എൻഡ് കാര്യങ്ങളാണ് നമ്മൾ ആ കമ്പനിയിൽ ഓർഗനൈസേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്തത്, രാവിലെ തൊട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടാവും. സെയിൽസ് ടീമിനോട് ചോദിച്ചാൽ ഞങ്ങൾ ഇത്ര ആൾക്കാരെ കണക്ട് ചെയ്തു, ഇത്ര സെയിൽസ് കൊണ്ടുവന്നു, കഴിഞ്ഞു. മാർക്കറ്റിംഗ് ടീമിനാണെന്നുണ്ടെങ്കിൽ ഇത്ര കണ്ടന്റ് പുറത്തോട്ട് വന്നിട്ടുണ്ട്, ഇത്ര കണ്ടന്റ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര ആളുകളെ ലീഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഈ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസും മീറ്റിംഗ്സും ആണ് ഒരു ദിവസം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആളുകൾ കമ്പനിയിൽ വേണം, ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഇവരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒക്കെ ഇവരെ മനസ്സിലാക്കാൻ. ഇപ്പൊ ഹോർത്തോൺ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ? ഹോർത്തോൺ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ MBA ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹോർത്തോൺ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ചിക്കാഗോയിൽ ഒരു ഇലക്ട്രിക് കമ്പനിയിൽ നടത്തിയൊരു റിസർച്ച് ആണ്, അതായത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എംപ്ലോയീസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഡബിൾ ആണ്. അതേസമയം എംപ്ലോയീസിനെ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി നേരെ പകുതിയാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ അതും നിർബന്ധമായിട്ട് ഒരു കമ്പനിയിൽ വേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സൂപ്പർവൈസേഴ്സിനെ ഒക്കെ നമ്മൾ കമ്പനിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ഓർത്തോൺ എക്സ്പെരിമെന്റിന്റെ ഒക്കെ റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് കൊണ്ടുവരുന്നതും ഇതാകുന്നതൊക്കെ. ഓക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻറ്റയർലി HRന്റെ ഒരു ഇത് മാറിയിട്ടുണ്ട്. പണ്ട് എംപ്ലോയീസിനെ മാനേജ് ചെയ്ത് മാത്രം ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് എംപ്ലോയീസിനെ മാനേജ് ചെയ്ത് മാത്രം ഇരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അതും HR ഡ്യൂട്ടിയാണ്. ബിസിനസ്സിൽ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് HR ഡ്യൂട്ടിയാണ്. ഓക്കെ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു അഡ്മിൻ വർക്ക് പോലെയാണ്, എംപ്ലോയീസിന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമേ ഇരിക്കുക. ഇന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കമ്പനി എടുത്ത് പുറത്തിടും. കാരണം അതിന് നോക്കാനൊന്നും ആരെയും വെച്ചാൽ മതി, ഒരു HR വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ ഇന്ന് HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളും കമ്പനി ഇന്റർവ്യൂവിൽ പോലും ചോദിക്കുന്നത് HR അല്ലാതെ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലാണ്. HR അല്ലാതെ വേറെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ബിസിനസ്സിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നോക്കുന്ന KPI കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മള് ChatGPT ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണാലോ. ആ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് എന്തിന്റെ ബേസിസിലാണ് നമ്മള് അത് പല അതിൽ ടീമിനും പല ബേസിലാണ്. അപ്പോൾ
സെയിൽസ് ടീമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അത് ഒന്നാമത്തെ പോലെ KPI ആണ്. അതായത് ഒരു മാസത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 30 സെയിൽസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ KPIs ട്രാക്ക് ചെയ്ത് നോക്കും. ഓക്കെ, 30 സെയിൽസ് ഒരു മാസം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 10 ദിവസമാകുമ്പോൾ 10 സെയിൽസ് കൊണ്ടുവരണം. അപ്പൊ 10 ദിവസമാകുമ്പോൾ 5 സെയിൽസ് കൊണ്ടുവന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിനെ വിളിക്കും. എങ്ങനെ ടാർഗറ്റ് ക്ലോസ് ചെയ്യും? ഇയാൾക്ക് KPI ഇപ്പൊ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ എന്താ നമ്മൾ ചെയ്യുക? അപ്പൊ ആ എംപ്ലോയിന്റെ പരാതികൾ കേൾക്കും, ആ എംപ്ലോയിന്റെ സൈഡ് കേൾക്കും. അപ്പൊ എംപ്ലോയിക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും, അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തിരുന്നില്ല? അപ്പൊ ഇത് നമ്മൾ ട്രാക്ക് ഇപ്പൊ മാർക്കറ്റിംഗ് ടീമിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ലീഡ് വരുന്നത് നമ്മുടെ ബിസിനസ്സിലോട്ട് ആളുകൾ എൻക്വയറി ചെയ്ത് വരണല്ലോ. ഇത് എന്തുകൊണ്ട് കുറയുന്നു? ഈ എൻക്വയറി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ടീമിൽ എന്ത് ചെയ്യും? സെയിൽസ് ടീം പറയണത് നമുക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗത്ത് ഫെയിലിയർ ഉണ്ട്. കാരണം എന്താണ്? നമുക്ക് ലീഡ് വരുന്നില്ല, എന്നാലല്ലേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കേസ് മനസ്സിലാവും. അങ്ങനെ ഓരോരുത്തർക്കും KPI ഡിഫറെന്റ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ടാണ് ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇത് HR ഡ്യൂട്ടിയാണ്, വളരെ പ്രധാനം. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയും. ഈ പെർഫോമൻസ് മാനേജ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കമ്പനി മുന്നോട്ട് പോകേണ്ടത് പറയുള്ളൂ. ഓക്കെ, കാരണം പെർഫോമൻസ് മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ ഈ മാസം സിത്താറിന്റെ കമ്പനി 50 സെയിൽസ് അടിച്ചു 50 സെയിൽസ് ആണ് ക്ലോസ് ചെയ്തത്. ഒരു വർഷം എല്ലാ മാസവും 50 സെയിൽസ് ക്ലോസ് ചെയ്ത കമ്പനി എന്താ പറയാ? അത് ഗ്രോത്ത് ഇല്ലാത്ത കമ്പനിയാണ്. എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവലിൽ പോവാണ്. അതല്ല പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ അവിടുത്തെ പെർഫോമൻസ് മാനേജർ പാളിയിട്ടാണ്, എന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ മാസവും നമ്മൾ ടാർഗറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഈ HR കൃത്യമായിട്ട് ടാർഗറ്റ് വളരെ ചെറിയ ചെറിയ രീതിയിൽ ടാർഗറ്റ് കൂട്ടി 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 മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, കൃത്യമായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ അവിടെ ഇതിന് പെർഫോമൻസ് മാനേജ്മെന്റ് കൃത്യമാണ്. ഇപ്പം ഡാഷ്ബോർഡിനകത്ത് കാണുന്ന രീതിയിൽ അതൊക്കെ കമ്പനീസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ആ അല്ലെങ്കിൽ നമ്മള് മാനുവലി അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ആ അത് നമ്മൾ ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് സോഹോ പീപ്പിൾ വെച്ചിട്ട് ഇവർക്ക് ടാർഗറ്റ് കൊടുത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇവർക്ക് ഗ്രാഫ് ഇട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പൊ സെയിൽസ് ടീമിന്റെ മീറ്റിംഗ് വരുമ്പോൾ ഇവരുടെ സെയിൽസ് ഗ്രോത്തിന്റെ മാർക്ക് ഇട്ട് കൊടുക്കും, ഗ്രാഫ് ഇട്ട് കൊടുക്കും. ഓക്കെ, സിതാര ജനുവരിയിൽ 12 സെയിൽസ് ആണ് ക്ലോസ് ചെയ്തത്, ഫെബ്രുവരിയിലാകുമ്പോൾ എത്ര ക്ലോസ് ചെയ്തു പറഞ്ഞിട്ട് ആ മാപ്പ് ഇങ്ങനെ കാണും. കൃത്യമായിട്ട് അവർക്ക് അതിന്റെ ഒരു മാപ്പ് വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്, എവിടെയാണ് ഫെയിലിയർ ആയിട്ടുള്ളത്? ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ചെറിയ രീതിയിൽ ചിലപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ക്ലിയർ ആയിട്ട് അവർ ചെയ്യും. ഓക്കെ, അപ്പൊ പല ആളുകൾക്കും പല പ്രശ്നമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ. പീപ്പിളില് ഇങ്ങനെ ആ പറ്റും അല്ലേ? ഉം ഡാഷ്ബോർഡ് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? ഡാഷ്ബോർഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് എന്താണ് ജിറയിൽ നമ്മൾ നോക്കലുണ്ട് അങ്ങനെ. ഓക്കെ, ഓ, അങ്ങനെ ഒരുപാട് ആപ്പുകൾ പലതും ഉണ്ട്, മെത്തേഡുകൾ പലതും ഉണ്ട് നമുക്ക് ഇതിനനുസരിച്ച്. എല്ലാത്തിനും നമ്മൾ എന്താ വെച്ചാൽ ഓരോരുത്തരും അക്കൗണ്ടബിൾ ആക്കി വെക്കും. അതായത് ഈ സെയിൽസ് കുറഞ്ഞാൽ ഈ സെയിൽസ് മാനേജറാണ് ഉത്തരവാദി. അപ്പൊ അയാളോട് ചോദിച്ചാൽ മതി നമുക്ക്. എൻ്റെ ടീമിനോട് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരാളെ ഓക്കെ. അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ കിട്ടുമ്പോൾ നമുക്ക് സേഫ് ആണ്. ഇങ്ങനെ നമ്മൾ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഇതിൽ നോക്കി പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മളെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നിസാരമായിട്ട് നമ്മൾ കാണും. ഓക്കെ, അതെ നമ്മൾ ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കത്തേ ഇല്ല ആളുകൾ. അവരിതിന്റെ മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കും. ഇതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഇവരെന്താന്ന് വെച്ചാൽ ഇവരിതിന്റെ കോർ ആയിട്ടുള്ള എന്താ പറയാ മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. അപ്പൊ ഇന്റർവ്യൂ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാവും മനസ്സിൽ. ഇപ്പൊ ഞാനിപ്പോ സിത്താരനെ എന്റെ കമ്പനിയിലോട്ട് എടുക്കുകയാണ്. സിത്താരക്ക് സോഹോ സോഫ്റ്റ്വെയർ അറിയാന്ന് പറഞ്ഞു, സോഹോ പീപ്പിൾ അറിയാന്ന് പറഞ്ഞ് ഞാൻ എടുക്കും. അതാണ് എന്റെ മനസ്സിലുള്ളത്. സിത്താര എക്സൽ അറിയാം, ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു എല്ലാതും പറഞ്ഞു. ഈ സോഹോ പീപ്പിൾ മാത്രം പറഞ്ഞില്ല. ഞാൻ എന്റെ മനസ്സിലോട്ട് അതൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇയാൾ എന്താണ് അൺഫിറ്റ് ആണെന്നുള്ള കേസ് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. കാരണം സോഹോ പീപ്പിൾ അറിയില്ല, ഒരു HRM സോഫ്റ്റ്വെയർ ഇയാൾക്ക് അറിയില്ല. അപ്പൊ ഇയാൾക്ക് ഞാൻ എന്തിനാ ഇയാൾക്ക് ജോലി കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത്രയും കൃത്യമായിട്ട് എന്താണോ കണ്ടന്റ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കുറച്ച് ടൈമിനുള്ളിൽ മനസ്സിലാവും. ആ കണ്ടന്റ് ആണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഓ. ഓക്കെ, ഓക്കെ. എന്നാ നമുക്ക് ഇനി എന്താണ് UAE സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
ഇപ്പൊ എത്രയായി ടൈം? 8 മണിയായി അല്ലേ? ഓക്കെ.